ലെക്സ് ഫ്രിഡ്മാൻ, അദ്ദേഹമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോഡ്കാസ്റ്റർ. അദ്ദേഹം പ്രധാനപ്പെട്ട ലോക നേതാക്കളുമായി അഭിമുഖം തയ്യാറാക്കുകയും അത് വെബിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വിഖ്യാതനായ ഒരു ഇന്റർവ്യൂവർ എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കക്കാരൻ, കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളുള്ള ഒരാളാണ്. ഇത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പല കാര്യങ്ങളും വെളിയിൽ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെയാണ്. നമുക്കറിയാമല്ലോ, പോഡ്കാസ്റ്റ് എന്നൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ശശി തരൂരിൻ്റെ പോഡ്കാസ്റ്റാണ്. ഇന്ത്യൻ എക്സ്പ്രസുമായി നടത്തിയ പോഡ്കാസ്റ്റ് സംഭാഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചതായി പറഞ്ഞ ചില കാര്യങ്ങളാണ് വലിയ വിവാദത്തിൽ തരൂരിനെ ഏൽപ്പിച്ചത്. പക്ഷെ മോദി വളരെ ആലോചിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. 3 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു സരസ സംഭാഷണം. പൊതുവെ ക്യാമറകൾക്ക് മുഖം കൊടുക്കാത്ത ഒരാളെന്ന പഴി കേൾക്കുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. വലിയ വേദികളിൽ സംസാരിക്കും, അത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും, അങ്ങനെ ജനങ്ങളുമായി ഇൻഡയറക്റ്റായിട്ട് സംവദിക്കുന്നുണ്ട്. നേരിട്ടുള്ള വേദികളിലെ സംവാസവും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ കൂടി ഈ ചിത്രങ്ങൾ, വലിയ മഹാസമ്മേളനങ്ങളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ, ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെ വരുമ്പോൾ അങ്ങനെ ജനകോടികളിലേക്ക് എത്തുന്ന ഒരു മുഖം തന്നെയാണ്. എന്നാൽ നേരിട്ട് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന പതിവില്ല മോദിക്ക്. അതും അപൂർവമായ അവസരത്തിൽ മാത്രം ക്ഷണിക്കപ്പെട്ട ചില പത്രലേഖകർക്ക് മാത്രമേ മോദി ഇതുവരെ മുഖം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ലെക്സ് ഫ്രിഡ്മാന് അദ്ദേഹം ഇഷ്ടം പോലെ സമയം കൊടുത്തു. അദ്ദേഹം മനസ്സ് തുറന്നു. ആ ഒരു മോദിയുടെ ആ ഒരു പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട് ചില നിഗമനങ്ങളിലെത്താൻ കഴിയുന്നുണ്ടോ, അതിൽ നിന്ന് ചിലത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ, മോദി ട്രംപ് ബന്ധത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ, ആ ഒരു അന്വേഷണമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒന്ന്, മോദിക്ക് ഒരുപാട് എക്സോണറേറ്റ്, സ്വയം കുറ്റവിമുക്തി നേടേണ്ട കാര്യമുണ്ട്. കാരണം മോദി നേരിട്ട് ഇടപെട്ടാലും ഇല്ലെങ്കിലും ശരി, ഗുജറാത്ത് കലാപത്തിൻ്റെ വലിയ തോതിലുള്ള പാപഭാരം ആദ്യകാലങ്ങളിൽ വന്നു വീണത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ചുമലിലാണ്. അദ്ദേഹം കൊണ്ട് അധികാരം ഏറ്റെടുത്തതേ ഉള്ളൂ, റൈറ്റ് തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ഗോധ്ര സംഭവം, 2002 ഗോധ്ര സംഭവം, അദ്ദേഹവും അന്നത്തെ ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഏറെ പഴികേട്ടതാണ്. അപ്പം മോദി സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടുകൂടി ഈ ലെക്സ് ഫ്രിഡ്മാൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് 100-ലധികം കലാപങ്ങൾ താൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഗുജറാത്തിൽ കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മരിച്ച ആളുകളുടെ കണക്കുകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതുകൊണ്ട് തൻ്റെ കാലഘട്ടത്തിൽ താൻ ഒരുപാട് വേട്ടയാടപ്പെട്ട ആളാണ് എന്ന രീതിയിലുള്ള പരാമർശം മോദിയിൽ നിന്നും ഉണ്ടാകും. അതൊരു പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ, അപ്പോൾ അമേരിക്ക ഓർക്കൂ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടെ അന്ന് മോദിക്ക് വീസ നിഷേധിക്കുന്ന ഘട്ടം വരെ ഉണ്ടായി. 9 വർഷത്തോളം മോദിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വീസ ഇല്ലായിരുന്നു ഓർക്കണം. അതിനുശേഷം 2014 പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള വീസ പോലും ലഭിച്ചത്. അപ്പം ഇപ്പോൾ ട്രംപ് മോഡിയും തമ്മിൽ വളരെയധികം ബന്ധമാണ്. പക്ഷേ മോദിയെ അന്നത്തെ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് കണ്ടിരുന്നത് വലിയ തോതിലുള്ള കലാപം ഉണ്ടാക്കുന്നതിന് കൂട്ടുനിന്ന ഒരാൾ, കലാപകാരി എന്ന നിലയിലല്ല, കൂട്ടുനിന്ന ഒരാൾ എന്ന നിലയിലാണ്. അപ്പോൾ ആ ഇമേജിൽ നിന്നും മാറണമെങ്കിൽ മോദിക്ക് ലോകത്തോടായി, ഇത് ഇന്ത്യക്കാരോടല്ല മോദി സംസാരിച്ചിരിക്കുന്നത്, ഇന്ത്യക്കാരോട് മാത്രമല്ല ലോകത്തോടായി അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുകയാണ്. അതാണ് ഒരു കാര്യം, ഗുജറാത്ത് കലാപം. രണ്ടാമത്, അദ്ദേഹം ചൈനയുമായി ഉള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. ഷി ജിൻപിങ്ങുമായി നല്ല ബന്ധമാണ് വ്യക്തിപരമായി. അത് ദീർഘകാലമായി മോദിയും ഇന്ത്യയിൽ ഭരണത്തിലാണ്, ഷി ജിൻപിങ്ങും ചൈനയിലും ഭരണത്തിലാണ്. ഒരുപക്ഷെ ഷി ജിൻപിങ്ങിന്റെ ഭരണം, മോദിയുടെ ഭരണം അവസാനിച്ചതിന് ശേഷവും തുടരാനുള്ള സാധ്യതയാണ്. അദ്ദേഹം ജീവനുള്ളിടത്തോളം കാലം ചൈനയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റും സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാനും പാർട്ടി ജനറൽ സെക്രട്ടറിയും ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം 2020 മുതൽ ഗൽവാനൊക്കെ സംഭവിക്കുന്ന ഒരു സമയം, ആ സമയം മുതൽ വളരെ വലിയ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പാണ്. പക്ഷേ അത് 2024 അവസാനത്തോടുകൂടി ചൈനയുമായ ബന്ധം ഒരുപാട് മെച്ചപ്പെടുത്താൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മോദി പറയുന്നു. അത് മാത്രമല്ല, പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചൈനയെ കാണുന്നത്. ചൈനയുമായി ബിസിനസ് ബന്ധമാകാം, ശക്തമായ ബിസിനസ് ബന്ധമാകാം. പ്രത്യേകിച്ച് ഒരുപക്ഷെ മോദി പറയാതെ പറഞ്ഞു വെക്കുന്നത് അമേരിക്കയുമായി പൊതുവെ ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും കടുത്ത വിലപേശൽ നടത്തുന്ന ട്രംപുമായി ഇടപെടാൻ ബുദ്ധിമുട്ട് വന്നാൽ
നമുക്ക് മാർക്കറ്റുകൾ ആവശ്യമുണ്ട്, നമുക്ക് സാധനങ്ങൾ സോഴ്സ് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കേണ്ടതുണ്ട്, വ്യാപാരം നടക്കേണ്ടതുണ്ട്. ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് തൊട്ടടുത്ത രാജ്യമായ ചൈനയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് ചൈനയുമായുള്ള വർദ്ധിച്ച സഹകരണത്തിനുള്ള താല്പര്യം വളരെ പോസിറ്റീവായി തന്നെ മോദി പ്രകടിപ്പിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത. പക്ഷേ അതേ ശ്വാസത്തിൽ മോദി പറയുന്നു പാകിസ്ഥാനുമായി അങ്ങനെയല്ല. പാകിസ്ഥാൻ ഒരു കാരണവശാലും കഴിഞ്ഞ വർഷങ്ങളായി, അതായത് ബോംബെ ഭീകരാക്രമണം നടന്നതിന് ശേഷമുള്ള കാലത്ത് പ്രത്യേകിച്ചും വളരെ മോശമായ നിലയിലാണ് പാകിസ്ഥാൻ. ഒരു രീതിയിലും വഴങ്ങുന്നില്ല, ഒരു രീതിയിലും സമാധാന പ്രക്രിയയിലേക്ക് വരാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് മോദി കണ്ടത്. അത് ലോകത്തോടായി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അത് മാത്രമല്ല, ലോകത്തേത് ഭീകര പ്രവർത്തനം ഉണ്ടായാലും നേരിട്ടോ അല്ലാതെയോ ഒരു പാകിസ്ഥാൻ കരം അതിന് പിന്നിൽ കാണാം. അതുകൊണ്ട് ലോക തീവ്രവാദ തലസ്ഥാനമായി, ഭീകരതയുടെ ആഗോള തലസ്ഥാനമായി മോദി പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയും അവിടെ കണ്ടു. അതുകൊണ്ട് പാകിസ്ഥാനുമായി അടുത്ത സമയത്ത് എങ്ങും നല്ല ബന്ധമുണ്ടാകും എന്നതിൻ്റെ ഒരു വിദൂര ലാഞ്ചന പോലും മോദിയുടെ വാക്കുകളിൽ കാണാനില്ല എന്നതും ഇതിൽ നിന്നും, ഈ പോഡ്കാസ്റ്റിൽ നിന്നും വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ എന്തുകൊണ്ടാകാം അത്? ഞാനതിനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഒരു സിവിലൈസേഷണൽ എൻറ്റിറ്റി എന്ന നിലയിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്കും മോദിയുടെ താല്പര്യങ്ങൾക്കും എല്ലാം അനുരൂപമായത് ഒരു ആൻറ്റി പാക് ഒരു മൈൻഡ് സെറ്റ് പൊളിറ്റിക്കലി BJPക്ക് ഗുണം ചെയ്യും എന്നത് അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഇത് സാമ്പത്തിക കാഴ്ചപ്പാടും പ്രായോഗിക കാഴ്ചപ്പാടും എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും നിരന്തരമായി കടന്നു വരുന്ന ഭീഷണികൾ, അത് കാശ്മീർ മേഖലയിലാകട്ടെ, പഞ്ചാബിലാകട്ടെ, മറ്റിടങ്ങളിലാകട്ടെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ബംഗ്ലാദേശിനെ സഹായിച്ചുകൊണ്ട് പാകിസ്ഥാൻ, ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റം ഉൾപ്പെടെ പാകിസ്ഥാൻ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. പാകിസ്ഥാൻ്റെ എല്ലാ നീക്കങ്ങളിലും ഒരു ഇന്ത്യ വിരോധം കാണാനുണ്ട്. അത് മോദി പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് അത് അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു പാക് അനുകൂല ഒരു മൈൻഡ് സെറ്റല്ല, പാകിസ്ഥാനുമായി ഒരു നിരപ്പിൽ പോകണമെന്ന ഒരു മൈൻഡ് സെറ്റിലല്ല ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ചൈനയുമായി വ്യത്യസ്തമായ രീതിയിലാണ്. ചൈന ചരിത്രപരമായി നമ്മളെ ആക്രമിച്ചിട്ടുള്ള രാജ്യമാണ് 62-ൽ. അത് മാത്രമല്ല, ചൈനയുടെ ആത്യന്തികമായ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ, താല്പര്യങ്ങൾ, അതിർത്തിക്ക് മേലുള്ള അവകാശവാദങ്ങൾ, ഇതൊന്നും തന്നെ ഇന്ത്യക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇന്ത്യയേക്കാൾ വലിയ സൈനിക ശക്തി, സാമ്പത്തിക ശക്തി എന്ന നിലയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണിയേക്കാൾ ഗൗരവമായി കാണേണ്ടത് ചൈനയിൽ നിന്നുള്ള ഭീഷണിയാണ്. പക്ഷേ അവരുമായി ബന്ധമാകാം, അല്ലെങ്കിൽ അവരുമായി ഊഷ്മളമായ അല്ലെങ്കിൽ വർക്കിംഗ് റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് ട്രേഡ് റിലേഷൻഷിപ്പ്, ട്രേഡ് ആൻഡ് ഇക്കണോമിക് റിലേഷൻഷിപ്പ് ആകാം എന്ന നിലയിലേക്ക് ഭാരതത്തിൻ്റെ മൈൻഡ് സെറ്റ് എത്തുന്നു എന്ന് പറയുന്നത് രണ്ടായി കാണുന്നു. ചൈനയും പാകിസ്ഥാനെയും ബ്രാക്കറ്റ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് വെവ്വേറെ കാണുന്നു എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വാഗതാർഹമായ ഒരു കാര്യവുമാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ അമേരിക്ക ബന്ധം. അതേക്കുറിച്ച് ജനറലി മോദി സൈലന്റ് ആണ് ഇക്കാര്യത്തിൽ, ഈ പോഡ്കാസ്റ്റിലെങ്കിലും. പക്ഷേ ഡൊണാൾഡ് ട്രംപുമായ തൻ്റെ സവിശേഷമായ ബന്ധം അദ്ദേഹം വീണ്ടും വീണ്ടും വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കുകയാണ്. അദ്ദേഹം ഓർത്തെടുക്കുന്ന ഏതാനും നിമിഷങ്ങളുണ്ട്. ഒന്ന്, 2019-ൽ അദ്ദേഹം നടത്തിയ ടെക്സസ് സന്ദർശനം. അവിടെ ഹൂസ്റ്റണിൽ വെച്ച് വലിയ തോതിലുള്ള വലിയൊരു സ്റ്റേഡിയത്തിൽ ഹൗഡി മോഡി പ്രചരണം, അത് ട്രംപിൻ്റെ പ്രചരണം കൂടിയാണ്. ട്രംപ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് മോദി. മോദി ഇന്ത്യക്കാരെ എല്ലാം തന്നെ ഉദ്ദീപിപ്പിച്ച് നിർത്താൻ, ഇന്ത്യൻ വംശജരുടെ വോട്ടുകൾ തനിക്ക് ലഭിക്കാൻ ഇടയാകുന്ന രീതിയിൽ ഒരു ജനസഞ്ചയമാണ്, വളരെ വലിയ ഒരു ജനക്കൂട്ടത്തെ. അപ്പോൾ ട്രംപ് പോലും അന്തം വിട്ടു. അമേരിക്കയിലേക്ക് ഒരു റാലിയിൽ അത്രയും ജനം ഒന്നിച്ചു കൂടുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. പക്ഷെ അവിടെ ട്രംപ് അഭിസംബോധന ചെയ്യുന്നു ജനക്കൂട്ടത്തെ, മോദി അഭിസംബോധന ചെയ്യുന്നു. ആ സമയം ട്രംപ് ജനങ്ങളുടെ ഇടയിൽ കാഴ്ചക്കാരനായി അവിടെ വേദിയിൽ നിന്ന് മാറി സദസ്സിലിരിക്കുന്ന എളിമയുള്ള ട്രംപിൻ്റെ മുഖം മോദി ഓർമ്മിച്ചെടുക്കുന്നത് മാത്രമല്ല, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്റ്റേഡിയത്തിന് ചുറ്റും മോദി നടന്നപ്പോൾ മോദി ക്ഷണിച്ചു ഡൊണാൾഡ് ട്രംപിനെ. അവിടെ മോദിക്ക് തന്നെയാണ് ശക്തി. കാരണം ഇന്ത്യൻ വംശജരാണ്, മോദിയെ കാണാനാണ്, ട്രംപിനെ കാണാനല്ല അവരെത്തിയതെന്ന് ഓർക്കണം. മോദിയെ കാണാനെത്തിയ ജനലക്ഷങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മോദിയുടെ കൈപിടിച്ചുകൊണ്ട് ട്രംപ് നടന്നു. അപ്പം അങ്ങനെ ഒരു ശീലമില്ല അമേരിക്കൻ പ്രസിഡന്റുമാർക്ക്. കാരണം ജനക്കൂട്ടം ഉണ്ടാകാറുണ്ട്, ശരിയാണ്, പക്ഷെ ഇത്രയധികം ജനങ്ങൾ ഉണ്ടാകാറില്ല. വലിയ സുരക്ഷാ ഭീഷണിയാണ്. അപ്പോൾ സുരക്ഷാ
സങ്കല്പങ്ങളെ എല്ലാം തന്നെ പ്രോട്ടോക്കോളുകളെ ഉൾപ്പെടെ കാറ്റിൽ പറത്തിക്കൊണ്ട് മോദിയും ട്രംപും സ്റ്റേഡിയത്തിന് വലം വെച്ചൊരു ആവൃത്തി നടന്നത് ട്രംപിൻ്റെ അസാമാന്യമായ ധൈര്യമായിട്ട് ഒരു ആക്രമണം ഉണ്ടാകാം, ട്രംപിനെതിരെ വധശ്രമം ഉൾപ്പെടെ ഉണ്ട്, അത് മോദിക്കെതിരെയും ഉണ്ടാകാം. അപ്പം അവിടെ അദ്ദേഹം പറഞ്ഞു തനിക്ക് 54 ഇഞ്ച് ചെസ്റ്റ് എന്നാണല്ലോ പറയുന്നത്, 56 ഇഞ്ച് നെഞ്ചളവ് എന്ന് ഭംഗ്യാന്തരേണ മറ്റുള്ളവർ പറയുന്നു. അതേക്കുറിച്ചൊന്നും മോദി പരാമർശം പറയുന്നില്ല. പക്ഷേ അതുപോലെ നെഞ്ചളവുള്ള ഒരാളാണ് ട്രംപ്, തനിക്ക് ചേരുന്ന ധൈര്യശാലിയായ ആളാണ്. അപ്പം സ്വയം ധൈര്യവാനാണ് ട്രംപ്, അതുപോലെ തന്നെ ധൈര്യശാലിയാണ് എന്ന മോദിയുടെ എൻഡോഴ്സ്മെന്റ് ആണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ആക്രമണം ഉണ്ടായപ്പോൾ ചെവിയിൽ സൈഡിലൂടെ ബുള്ളറ്റ് കടന്നുപോയല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം ധൈര്യമായി പ്രതികരിച്ച ട്രംപിന്റെ ആ ചിത്രം മോദി ഓർത്തെടുത്ത് പറയുകയാണ്. അതുകൊണ്ട് മോദി തനിക്ക് തന്നെ ഉണ്ടെന്ന് താൻ കരുതുന്ന ഒരുപാട് സവിശേഷതകൾ ട്രംപിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമാനതകൾ ഉണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ട്രംപ് പറയുമ്പോൾ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് മോദിയുടെ മുദ്രാവാക്യം. അതുകൊണ്ട് അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല വ്യക്തി ട്രംപാണ്. ഇത് മോദി പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് മോദിയും ട്രംപും തമ്മിൽ കഴിഞ്ഞ മാസം നടന്ന ആ ഒരു അമേരിക്കയിൽ വെച്ച് നടന്ന സംഭാഷണം, മോദിയുടെ വിസിറ്റ്, അത്ര അനുകൂലമായ പ്രതികരണങ്ങളല്ല BJPക്കും മോദിക്കും മുന്നിൽ വന്നത്. ഇതിന് കാരണം കാര്യമായ നേട്ടങ്ങളൊന്നും നേരിട്ട് ക്ലെയിം ചെയ്യാനാവാത്ത ഒരു സന്ദർശനമായിരുന്നു. ദീർഘകാലാടിസ്ഥാന സൈനിക കരാറുകൾ, സാമ്പത്തിക പാക്കേജ് എല്ലാം പറയുന്നുണ്ട്. എങ്കിലും വ്യാപാര യുദ്ധത്തിൻ്റെ നിഴലിൽ ഇന്ത്യയും കൂടെ വരികയാണ്. ഇന്ത്യയുടെ വിപണികൾ ഉൾപ്പെടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയിൽ ആദ്യം ഇന്ത്യ അർപ്പിച്ച, പ്രത്യേകിച്ച് മോദിയും ടീമും അർപ്പിച്ച പ്രതീക്ഷ അതുപോലെ വന്നില്ല എന്നൊരു ചിന്തയുണ്ട്. അത് മോദിക്കുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ ട്രംപ് എന്ന വ്യക്തിയുമായി നേരിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് കഴിയും. അദ്ദേഹം തന്നെ ടഫ് നെഗോഷിയേറ്റർ, ടഫ് ബാർഗെയിനർ എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത, തനിക്ക് നൽകിയ ഒരു അംഗീകാരമായി അതിനെ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ വളരെ തന്ത്രപരമായി മോദി ആ ചോദ്യത്തെ നേരിടുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഇന്ത്യയുടെ പോളിസി ഇവിടെ കുറച്ചുകൂടെ അനാവരണം ചെയ്യുകയാണ്. ഈ സമയത്ത് ട്രംപ് ഈസ് ഗോയിങ് 4 സിലിണ്ടേഴ്സ്, അതിഭയങ്കരമായ ശക്തിയിൽ ട്രംപ് ഇങ്ങനെ ആട്ടിച്ച് നേരത്തെ മുന്നേറുകയാണ്. അപ്പം വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതേണ്ടതില്ല. എന്നാൽ തൽക്കാലത്തേക്ക് ശാന്തമായി പതുങ്ങി നിൽക്കുക, ട്രംപിനെ കുറച്ച് മുഖസ്തുതികൾ ഉൾപ്പെടെ, ഇതൊക്കെ ട്രംപ് കാണാതിരിക്കില്ലല്ലോ, ട്രംപ് കേൾക്കാതിരിക്കില്ല. അമേരിക്കയുടെ എല്ലാ കണ്ണുകളും മോദി എന്ത് പറയുന്നു എന്നതിലേക്ക് കൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇത് അമേരിക്കയുടെ ഹൃദയത്തെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഉപദേശകരുടെയും ട്രംപിൻ്റെ തന്നെയും ഹൃദയത്തെ കവരുന്ന, ട്രംപിന് നൽകുന്ന ഏറ്റവും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ധീരതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നൽകുന്നു, അതിൻ്റെ നേതാവ് നൽകുന്നു എന്ന് പറയുന്നത് ട്രംപുമായി ബിസിനസ് ചെയ്യാനുള്ള, ഭാവിയിൽ ബിസിനസ് ചെയ്യാനുള്ള ഇന്ത്യയുടെ മറ്റൊരു വഴിയായി. കാരണം പൂർണ്ണമായി ബന്ധം അറ്റ് പോകാതെ, പ്യൂർലി കച്ചവട ബന്ധം മാത്രമാകാതെ, ഈ റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്നതിൽ ട്രംപ് ഇന്ത്യക്ക് എന്തെങ്കിലും കൺസെഷൻ ഇനിയാണെങ്കിലും ചെയ്യാം. ഏപ്രിൽ 2 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ ചില നീക്കങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാവണം ഡൊണാൾഡ് ട്രംപിനെ പ്രകീർത്തിച്ചുകൊണ്ട് മോദി പറയുന്നത്. അതുകൊണ്ട് മോദി ഒരു വെടിക്ക് ഒരുപാട് പക്ഷികളെ വെടിവെച്ചിട്ടു. എന്തുകൊണ്ടാണ്? ഒന്ന്, താൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്നില്ല എന്ന പരാതി അവിടെ പരിഹരിച്ചു. 2, തനിക്ക് പാകിസ്ഥാനെക്കുറിച്ചും ചൈനയെക്കുറിച്ചുമുള്ള നിഗമനങ്ങൾ ഒരു നിഷ്പക്ഷ വേദിയിൽ വെച്ച് ലോകത്തോടായി പറയാനുള്ള, ഇന്ത്യക്കാരോടല്ല ലോകത്തോടായി പറയാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിച്ചു. അമേരിക്കയുമായി ഉള്ള ഒരു പാലം നഷ്ടപ്പെടാതെ ഊഷ്മള ബന്ധം, താനും ട്രംപും തമ്മിലുള്ള സവിശേഷ ബന്ധത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് പോഡ്കാസ്റ്റിനെ നല്ല ഭംഗിയായി നേരിട്ട മോദിയാണ് നമ്മൾ കണ്ടത്.